നമ്മൾ അടുത്ത് നോക്കുന്നത് മോണോട്ടോൺ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ്. സോ യു ആർ ഗിവൺ എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ actually, and when you can say that it is increasing as per the first derivative. If the first derivative f dash of x greater or equal to 0 for all point inside open interval AB, then this function is monotone increasing. If the derivative equal to 0 means it must be a constant, and if the derivative less than or equal to 0 means monotone decreasing. അപ്പോൾ ഡെറിവേറ്റീവ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, അതുപോലെ നോൺ പോസിറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്, 0 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മളിത് ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു. ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും, ബോത്ത് ഈക്വൽ ആയിരിക്കും, അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും എന്നുകൂടി ഓർക്കുക. ഓക്കെ, ഈച്ച് പോയിൻറ്റിൽ സപ്പോസ് ചെയ്തു ഗിവൺ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. വി നീഡ് ടു പ്രൂവ് ദിസ് ഫംഗ്ഷൻ ഈസ് monotone increasing on that interval, open interval AB. For that purpose, we are taking arbitrary points x and y with x less than y. ഇപ്പോൾ x less than y ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം എക്സും വൈയും ഡിസ്റ്റിങ് പോയിൻറ്റ്സ് ആണ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ. ഈവൺ ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആവുന്നതുകൊണ്ട് ക്ലോസ് ഇൻ്റർവൽ എക്സ് വൈയിലും ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ ബൈ ദി മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ് ഇൻ്റർവലിൽ കണ്ടിന്യൂറ്റിയും അതിൻ്റെ ഓപ്പൺ ഇൻ്റർവലിൽ ഡിഫറൻഷ്യബിലിറ്റിയും വേണം. ഇവിടെ ഓൾറെഡി ക്ലോസ് ഇൻ്റർവലിൽ തന്നെ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ഇൻ്റർവൽ എ ബി എക്സ് വൈ മതിയാവും. So this function f is continuous on closed interval xy and is differentiable in open interval xy. Then by mean value theorem you can find out an interior point z in open interval xy which satisfies the condition that average velocity of f on closed interval xy coincide with an instantaneous velocity at the time z. That means f of y minus f of x divided by y minus x is equal to f dash of z, or f of y minus f of x is equal to y minus x into f dash of z. Okay, but you know f dash of x is greater or equal to 0. In particular, f dash of z is also greater or equal to 0 because z is an interior point of that interval. And also note that ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വൈ എക്സ് ലെസ് ദാൻ വൈ ആവുന്നതുകൊണ്ട് വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് സെറ്റും പോസിറ്റീവ് ആണ്. ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ആൾസോ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് മീൻസ് ബൈ ദി എബോ ഇക്വാലിറ്റി എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. Therefore our function is monotone increasing. Next we need to prove the condition B, which is about if the first derivative equal to 0 for all points inside open interval AB, then the function is a constant one. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സിൽ സെയിം ഇമേജ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി എക്സ് ലെസ് ദാൻ വൈ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. എഗെയിൻ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻറ്റിൽ ഈ കണ്ടീഷൻ, മുകളിൽ പറഞ്ഞ കണ്ടീഷൻ കിട്ടുന്നു. ദാറ്റ് മീൻസ് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത് ക്ലോസ് ഇൻ്റർവൽ എക്സ് വൈയിലാണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അതിനകത്ത് നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റ് 0 ആണ്, അതുകൊണ്ട് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ദാറ്റ് മീൻസ് ദ ഇമേജ് ഓഫ് വെരി ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആർ സെയിം, ഹെൻസ് ദിസ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി. ഓക്കെ, ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും നോക്കുക. ഇനി അടുത്ത ഡിക്രീസിങ് പ്രൂവ് ചെയ്യണം. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ആർ ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്തു. ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് എക്സ് ആൻഡ് വൈ കൺസിഡർ ചെയ്തു. മുകളിൽ പറഞ്ഞതുപോലെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഇസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സെറ്റ് ഫോർ സം ഇൻറ്റീരിയർ പോയിൻറ്റ് സെറ്റ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ എക്സ് വൈ. പക്ഷേ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സെറ്റ് ലെസ് ആർ ഈക്വൽ ടു 0 ആണ്, വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. സോ എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ വെനെവർ എക്സ് ലെസ് ദാൻ വൈ. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ താഴത്തേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് മോണോട്ടോൺ ഡിക്രീസിങ്. നെക്സ്റ്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്.
ആ തിയറത്തിൻ്റെ പ്രത്യേകത ശരിക്കും നമുക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഫോർ കണ്ടിന്യൂറ്റി ഫങ്ഷൻസിൻ്റെ ക്ലോസ്ഡ് ലേബിൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഏകദേശം ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറമാണെന്ന് പറയാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കുക, ഈ താഴെ പറയുന്ന തിയറത്തിൽ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആവണം എന്നൊരു നിർബന്ധമില്ല. എഫിന് പകരം ഇവിടെ എഫ് ഡാഷ് ഉപയോഗിക്കുന്നു. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് എ ബി ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി. ഇപ്പോൾ എഫ് ഡാഷ് ഈക്വൽ ടു ജി ആണെങ്കിൽ ജി ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ ജി ഓഫ് ബി, ദെൻ ദർ എക്സിസ്റ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ശരിക്കും ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പോലെ ഫീൽ ചെയ്യും, അതായത് എഫ് ഡാഷിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. പക്ഷേ പ്രത്യേകം ഓർക്കുക, എഫ് ഡാഷ് ഇവിടെ കണ്ടിന്യൂസ് ആവാതെ തന്നെ അത് സാധ്യമാവും എന്നുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒരു 2 എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എഫ് ഡാഷ് ഓഫ് -5യുടെ വാല്യൂ നമുക്ക് കിട്ടുക -10 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ അത് രണ്ടിനും ഇടയിലുള്ള ഒരു വാല്യൂ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ലാംഡ എന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം എഫ് ഡാഷ് ഓൾറെഡി 2x ആണ്, കണ്ടിന്യൂസ്, അവിടെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ 2 കേസിലും ഇവിടെ കണ്ടിന്യൂറ്റി കിട്ടിക്കൊണ്ടാണ് ഈ കാര്യം നടപ്പാകുന്നത്. എഫ് ഡാഷ് കണ്ടിന്യൂസ് ആവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടത് സംഭവിക്കും ഈ 2 പ്രോബ്ലംസിലും. അപ്പോൾ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആവാതെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് തൊട്ട് താഴെ കാണുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു സൈൻ 1/x മൈനസ് കോസ് 1/x വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ എക്സ് ഈക്വൽ ടു 0. ഇവിടെ എഫ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0യിൽ 0യും എക്സ് നോൺ 0 കേസിൽ സൈൻ 1/xഉം കോസ് 1/xൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എഫ് ഡാഷ് കണ്ടിന്യൂസ് അല്ല. പക്ഷേ എഫ് ഡാഷ് കണ്ടിന്യൂസ് ആവാതെ തന്നെ ഒട്ടു മുകളിലുള്ള ഒരു തിയറം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തിയറത്തിലേക്ക് വരാം. ഗിവൺ ഫംഗ്ഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു, കൂടാതെ എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി. We have to find out an interior point x in open interval AB satisfies f dash of x is equal to lambda പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഒരു g of t എന്നുള്ളൊരു പുതിയ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും. g of t equal to f of t മൈനസ് ലാംഡ ടി. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് g ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കാരണം ലാംഡ ടി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആണ്, അതും ഡിഫറൻഷ്യബിൾ ആണ്. സോ g ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻറ്റർവൽ എ ബി. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ജി എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻറ്റർവൽ ക്ലോസ് ഇൻറ്റർവൽ എ ബി ആയിരിക്കും. ഇനി ജി ഡാഷ് ഓഫ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് ആണ്, ജി ഡാഷ് ഓഫ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവ് ആണ്. കാരണം ജി ഡാഷ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ മൈനസ് ലാംഡയാണ്. ഇവിടെ എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ തന്നിട്ടുള്ളത് കൊണ്ട് ആ വാല്യൂ നെഗറ്റീവ് ആണ്. അതുപോലെ ജി ഡാഷ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ബി മൈനസ് ലാംഡ, അത് എഫ് ഡാഷ് ഓഫ് ബി ലാംഡയേക്കാൾ വലുതായതുകൊണ്ട് അത് മൈനസ് ലാംഡ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ജി ഡാഷ് ഓഫ് എ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ എന്ന പോയിൻറ്റിനടുത്ത് ഫംഗ്ഷൻ നെഗറ്റീവ് ആണെന്ന്, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ശേഷം ഫംഗ്ഷൻ താഴുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ജി ഡാഷ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ അടുത്ത്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എ മുതൽ ബി വരെയാണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ അടുത്തെത്തുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് ജിയുടെ ബാക്കിൽ, തൊട്ട് ബാക്കിൽ ഫംഗ്ഷൻ മുകളിലേക്ക് വരികയാണെന്നുള്ളതാണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് എയുടെ കേസിൽ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ശേഷം ഫംഗ്ഷൻ താഴുന്നു. ജി ഡാഷ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ തൊട്ട് മുന്നേ ഫംഗ്ഷൻ ഉയരുന്നു എന്നാണ്, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ജി ഓഫ് ടി ലെസ് ദാൻ ജി ഓഫ് എ, അതായത് എയുടെ തൊട്ടടുത്ത് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ശേഷം വരുന്ന ഒരു പോയിൻ്റിലെ ഇമേജ് എയിലെ ഇമേജിനേക്കാൾ കുറവായിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് ബി, ബിയുടെ അടുത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിയുടെ ബാക്കാണ്. അപ്പോൾ ബിയേക്കാൾ ബാക്കിലുള്ളൊരു പോയിൻ്റാണ്. T2 ഷുഡ് ബി ലെസ് ദാൻ ബി ആണ്, ഫംഗ്ഷൻ അവിടെ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞ അർത്ഥം ജി ഓഫ് T2 ലെസ് ദാൻ ജി ഓഫ് ബി ആയിരിക്കും. അപ്പോൾ ഈ ജംഗ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എയുടെ അടുത്ത് ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ശേഷം ഫംഗ്ഷൻ താഴ്ന്നു പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ കിട്ടുന്ന ഇമേജിനേക്കാൾ കുറവായിരിക്കും അവിടെ കിട്ടുക. അതുപോലെ ജി ഡാഷ് ഓഫ് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ജിയുടെ ബാക്കിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ജിയുടെ ബാക്കിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ T2 ലെസ് ദാൻ ബി ആണെങ്കിൽ ജി ഓഫ് T2 ലെസ് ദാൻ ജി ഓഫ് ബി ആയിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ T1ഉം T2ൻ്റെ എക്സിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജി ഡാഷ് ഓഫ്
എ ലെസ് ദാൻ 0 മീൻസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കാരണം ജി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആണ്, അതിന് റൈറ്റ് ലിമിറ്റ് മാത്രം റൈറ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, റൈറ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എച്ച് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പോൾ ജി ഓഫ് എ പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ജി ഓഫ് എ പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എ പ്ലസ് എച്ചിന് T1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് T1 ഓപ്പൺ ഇൻട്രോൾ എ ബിയിൽ എയുടെ റൈറ്റിലാണ്. കൂടാതെ ജി ഓഫ് T1 മൈനസ് ജി ഓഫ് എ ലെസ് ദാൻ 0, ദാറ്റ് മീൻസ് ജി ഓഫ് T1 ലെസ് ദാൻ ജി ഓഫ് എ. ഇനി ജി ഡാഷ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന പോയിൻറ്റിൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ജി ഓഫ് ബി മൈനസ് എച്ച് മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ മൈനസ് എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എച്ച് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പോൾ മൈനസ് എച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് എച്ച് നെഗറ്റീവ് ആണ്. ടോട്ടൽ കോഷ്യൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ന്യൂമറേറ്റർ മസ്റ്റ് ബി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ജി ഓഫ് ബി മൈനസ് എച്ച് മൈനസ് ജി ഓഫ് ബി ലെസ് ദാൻ 0. ഈ ബി മൈനസ് എച്ചിന് T2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ തൊട്ട് ബാക്കിലുള്ള ഒരു പോയിൻ്റാണ് T2. ഓക്കെ, അപ്പോൾ കൂടാതെ ജി ഓഫ് T2 മൈനസ് ജി ഓഫ് ബി ലെസ് ദാൻ 0 മീൻസ് ജി ഓഫ് T2 ലെസ് ദാൻ ജി ഓഫ് ബി. അപ്പോൾ അങ്ങനെയുള്ള T1 ഉം T2 ഉം എക്സിസ്റ്റ് ചെയ്യുന്നു, മനസ്സിലായി. ഓക്കെ, ഇനി മാക്സിമം ജി എന്ന ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഓൾറെഡി കണ്ടിന്യൂസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസിൻ്റെ എ ബിയിൽ മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലോസിൻ്റെ എ ബിയിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ജി ഓഫ് എ എന്ന് പറയുന്ന വാല്യൂ ജി ഓഫ് T1 വലുതായതുകൊണ്ട് ജി ഓഫ് എ ഒരിക്കലും ഒരു മിനിമം വാല്യൂ അല്ല. അതുപോലെ തന്നെ ജി ഓഫ് ബി എന്ന് പറയുന്നത് മിനിമം വാല്യൂ അല്ല. ജി ഓഫ് എയും മിനിമം വാല്യൂ അല്ല, ജി ഓഫ് ബിയും മിനിമം വാല്യൂ അല്ല. കാരണം ജി ഓഫ് എയേക്കാൾ ചെറിയ വാല്യൂ ജി ഓഫ് T1 ഉണ്ട്, ജി ഓഫ് ബിയേക്കാൾ ചെറിയ വാല്യൂ ജി ഓഫ് T2 ഉണ്ട്. അപ്പോൾ ജി ഓഫ് എയേക്കാൾ ചെറിയ വാല്യൂ ജി ഓഫ് ബിയേക്കാൾ ചെറിയ വാല്യൂ ഉള്ളതുകൊണ്ട് ജി ഓഫ് എയോ ജി ഓഫ് ബിയോ മിനിമം അല്ല. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ദർ എക്സിസ്റ്റ് ആൻ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രോൾ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ എവരി ടി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ്. മിനിമം വാല്യൂ എല്ലായ്പ്പോഴും എല്ലാവരേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇനി ജി ഓഫ് എക്സ് ഒരിക്കലും ഇവിടെ ജി ഓഫ് എക്ക് തുല്യമായിരിക്കില്ല. കാരണം ജി ഓഫ് എ വലിയ വാല്യൂ ആണ്, ജി ഓഫ് ബിയും വലിയ വാല്യൂ ആയതുകൊണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? കാരണം മിനിമം എക്സിസ്റ്റ് ചെയ്താൽ ക്രിട്ടിക്കൽ പോയിന്റിലാണ് ഡിഫറൻഷ്യബിലിറ്റി ഉള്ളത് കൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് മസ്റ്റ് ബി 0 ആയിരിക്കും. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് 0 ആണ്. ഓക്കെ, അത് 5.8 തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജി ഡാഷ് ഓഫ് എക്സ് പ്രകാരം എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. നെക്സ്റ്റ് തിയറം വളരെ രസകരമായ ഒരു റിസൾട്ടാണ്. അതിനകത്ത് പറയുന്നത് വളരെ രസകരമാണ് ആ റിസൾട്ട്, ശ്രദ്ധിക്കണം. കാരണം ആ റിസൾട്ടിൽ പറയുന്നത് ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ cannot have a simple discontinuity on closed interval a b എന്ന് പറയുന്നത്. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന് സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ലിമിറ്റോ ലെഫ്റ്റ് ലിമിറ്റോ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യും, റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഫസ്റ്റ് കൈൻഡിൻ്റെ അർത്ഥം. അപ്പോൾ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനപ്പോൾ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. വി നീഡ് ടു പ്രൂവ് ദിസ് ഫംഗ്ഷൻ ഡസ് നോട്ട് ഹാവ് എനി സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ അതിന് കോൺട്രറി അസംഷൻ കൊടുത്തു. എഫ് ഡാഷിനൊരു സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ഒരു പോയിന്റിൽ. ദാറ്റ് മീൻസ് ദർ ഈസ് എ പോയിന്റ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇൻ വിച്ച് എഫ് ഡാഷിൻ്റെ കാര്യമാണ് പറയുന്നത്, എഫിൻ്റെ കാര്യമല്ല. എഫ് ഡാഷ് കനോട്ട് ഹാവ് എന്നാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ് ഡാഷിൻ്റെ കാര്യമാണ് ഈ തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഡാഷിന് സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എഫ് ഡാഷിൻ്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഇവിടെ സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് എക്സ് എന്ന പോയിന്റിൽ. അതിനർത്ഥം എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസും എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസും എക്സിസ്റ്റ് ചെയ്യാം. അവിടെ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ രണ്ടും ഈക്വൽ അല്ലാതെ വരാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയതിനു ശേഷം അത് ഇമേജിന് ഈക്വൽ അല്ലാതെ വരാം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ്, ഓർ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസും എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആവും, പക്ഷേ എഫ് ഡാഷ് ഓഫ് എക്സിന് ഈക്വൽ ആവില്ല. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ്. അതാണ് റൈറ്റ് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ. റൈറ്റ് ലിമിറ്റ് കൊടുത്തു. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ നമുക്കറിയാം.
എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ ഡെഫിനേഷൻ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് മിഡിൽ വരും, ലിമിറ്റ് എച്ച് ടെൻസ് 0. ബാലൻസ് എഴുതുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ വാല്യൂ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കെ എന്നാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്നത് റൈറ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എന്ന് കിട്ടുന്നു. ഓക്കെ, അതുപോലെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഡി എഫ് ഓഫ് എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ്. പക്ഷേ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം അത് എഫ് ഡാഷ് ഓഫ് എക്സിന് തന്നെ ഈക്വൽ ആയിരിക്കും. ദെർഫോർ നമുക്ക് കിട്ടുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസും എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആണെന്ന് കിട്ടുന്നു. അതിനർത്ഥം ആ ഫംഗ്ഷന് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. റൈറ്റ് ലിമിറ്റും എഫ് ഡാഷിന് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഇമേജും ഈക്വൽ ആവുന്നു. ഫംഗ്ഷൻ എഫ് ഡാഷ് അവിടെ എഴുതിയൊരു ചെറിയ എററുണ്ട്. എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. എഫ് എന്ന് നല്ല എഴുതേണ്ടത് എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് കിട്ടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഡാഷിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എക്സ് എന്ന പോയിന്റിൽ എന്നാണ് പറഞ്ഞത്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന് കനോട്ട് എഫ് ഡാഷിന്, എഫിനല്ല എഫ് ഡാഷ് കനോട്ട് ഹാവ് എനി സിമ്പിൾ ഡിസ്കണ്ടിന്യൂറ്റി ഓൺ പ്ലസ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എററുണ്ട്, ശ്രദ്ധിക്കുക. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് എഴുതിയത് തെറ്റാണ്. എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്നാണ്, കോമ എ കോൺട്രഡിക്ഷൻ. ഓക്കെ, അത് ഓർക്കുക.